ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമായിട്ടാണ്. ഐസ്ക്രീം ഇഷ്ടമില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മാംഗോ ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. ഞാനത് വളരെ ഈസി വേയിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് കാണിച്ചു തരാവേ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല മധുരമുള്ള നല്ല കളറിലുള്ള മാമ്പഴമാണ്. ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഏകദേശം 400 ഗ്രാം വീതം വരുന്ന 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 മാംഗോസാണ് നമ്മൾ മാംഗോ പ്യൂരി തയ്യാറാക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാംഗോ പ്യൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 800 ഗ്രാം മാങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു ബൗൾ നിറയെ മാംഗോസ് പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാൽപ്പൊടി വേണം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് വേണം. ഞാനിവിടെ 1/2 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. അതായത് ഏകദേശം 10 ടേബിൾ സ്പൂൺ മിൽക്ക് വരുന്നുണ്ട്. പാല് ഞാൻ തിളപ്പിച്ചാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീമിനുള്ള മാംഗോ മിക്സ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എനിക്ക് ഒരു ബൗൾ നിറയെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കണേ. മിക്സിയുടെ ജാർ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഐസ്ക്രീമിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തത്. ഇനി നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണേ. ഞാനിവിടെ ഇതിലേക്കായിട്ട് 250 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു മാമ്പഴം സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത ശേഷം ആ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം മാംഗോ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇതുകൂടി മാംഗോ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഒരു 6 മണിക്കൂർ നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് എയർ ടൈറ്റായിട്ട് മൂടി വയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കി അതിന് ശേഷം നമുക്ക് ടോപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോപ്പിങ്ങിനായിട്ട് കുറച്ച് പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ടോപ്പിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് മാറ്റി ഫ്രിഡ്ജിലേക്ക് ആക്കിയിട്ട് ഏകദേശം അരമണിക്കൂറിന് ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായി ഇരിപ്പുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.